എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കി. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. സംസ്ഥാനത്തെ 10 കളക്ടർമാർക്കും മാറ്റം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, ഈ രണ്ട് സുപ്രധാന തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ. സൗമ്യ, വി.എസ്. അച്യുതാനന്ദനെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കാൻ തീരുമാനത്തിനാണ് അന്തിമ അംഗീകാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ ഇത്തരത്തിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം മറിക്കാൻ വേണ്ടി നേരത്തെ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ ഈ ബില്ല് നിയമസഭ പാസാക്കിയിരുന്നു. അത് 1951 അയോഗ്യത നീക്കം ചെയ്യൽ ഭേദഗതി ബില്ലായിരുന്നു. അത് കഴിഞ്ഞ മാസം 19-ന് 2016 ബില്ലായി നിയമസഭ പാസാക്കുകയായിരുന്നു. തുടർന്ന് ഇത് ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടു. ഗവർണർ ഒരാഴ്ചയ്ക്കുള്ളിൽ ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവിയിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ എത്തുന്നത്. ഇതിനുള്ള അംഗീകാരമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുന്നത്. 3 അംഗ ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. 2 മുൻ ചീഫ് സെക്രട്ടറിമാരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. CP നായരും ഗംഗാധരനുമാണ് ഇതിലെ അംഗങ്ങളായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. വി.എസിന് ക്യാബിനറ്റ് റാങ്കും മറ്റു 2 അംഗങ്ങൾക്ക് ചീഫ് സെക്രട്ടറി റാങ്കുമാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷന് ദൈനംദിന കാര്യങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഭരണഘടനയുടെ കാര്യത്തിലും അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ഇതോടെ 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലേക്കാണ് വി.എസ്. അച്യുതാനന്ദൻ എത്തുന്നത്. മറ്റൊന്ന് ജില്ലാ കളക്ടർമാരുടെ മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ 10 ജില്ലാ കളക്ടർമാർക്ക് മാറ്റം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലെ കളക്ടർമാർക്കാണ് മാറ്റമുള്ളതായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷൈന മോൾ മാറി ജെ മിത്ര സർവേ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിരുന്ന ജെ മിത്ര കൊല്ലം കളക്ടറായി വരും. ആലപ്പുഴയിലെ കളക്ടറായിരുന്ന ആർ ഗിരിജ പത്തനംതിട്ടയിലെ കളക്ടറാകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കൊല്ലം, പത്തനംതിട്ട എന്നിവയ്ക്ക് പുറമെ എറണാകുളം ജില്ലാ കളക്ടറായി വീണ മാധവനും, ഇടുക്കി ജില്ലാ കളക്ടറായി ജി ഗോകുലും, കണ്ണൂർ ജില്ലാ കളക്ടറായി മീർ മുഹമ്മദ് അലി, കാസർഗോഡ് ജീവൻ ബാബു എന്നിവരുടെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. മറ്റൊന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതാണ്. കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ പ്രശാന്തിന് നിലവിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രധാനമായ 2 തീരുമാനങ്ങളാണ് വി.എസിനെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ 10 ജില്ലകളിലെ കളക്ടർമാർക്ക് മാറ്റവുമുണ്ട്. 2 തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. യുവതിയെ കടന്നുപിടിച്ച സംഭവത്തിൽ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാഞ്ഞൂരാനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ നിരവധി സാക്ഷിമൊഴികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വനിതാ സെൽ CI രാധാമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 35 സാക്ഷികളിൽ നിന്നും ഇതിനകം മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് ശ്രമിച്ചു വരികയാണ്. മാഞ്ഞൂരാനെതിരെ യുവതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നു. ഇതിനായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. യുവതിയുടെ രഹസ്യമൊഴി പുറത്തായത് അന്വേഷിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തകളായി വരുന്നത് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ആകില്ലെന്ന് വെങ്കയ്യ നായിഡു. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 2 നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയതായും വെങ്കയ്യ നായിഡു പറഞ്ഞു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് BJP പാർലമെന്ററി പാർട്ടി നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയത്. We have not discussed any name. The parliamentary board met today under the chairmanship of Sri Amit Bhai Shah to discuss about the letter received by the party president written by the Chief Minister of Gujarat, Srimati Anandiben Patel, who has been a minister continuously 18 years. I don't think in the BJP's history. He is heading the government there in a satisfactory manner, doing good work. The parliamentary board has put it on record, appreciating her leadership and the work done by her in taking the
ഗുജറാത്ത് മുഖ്യമന്ത്രി വിഷയത്തിൽ RSSും മോദിയും രണ്ട് തട്ടിൽ ആയിരുന്നു. അമിത്ഷായെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു RSSന്റെ ആവശ്യം. എന്നാൽ അമിത്ഷാ പാർട്ടി സ്ഥാനത്ത് തന്നെ തുടരണം എന്ന തീരുമാനം മോദി എടുക്കുകയായിരുന്നു. സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതുതായുള്ള തീരുമാനങ്ങൾ ഗുജറാത്തിൽ നിന്നും എങ്ങനെയാണ്? സൗമ്യ, ഗുജറാത്തിലെ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർട്ടി അധ്യക്ഷൻ അമിത്ഷായെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം RSS നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ എതിർത്തു. അതോടൊപ്പം തന്നെ BJP കേന്ദ്ര നേതൃത്വത്തിലെ മറ്റുള്ളവരും ഈ തീരുമാനത്തിന് ഒപ്പം നിന്നില്ല. അമിത്ഷാ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗം അമിത്ഷായെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശം തള്ളുകയായിരുന്നു. പകരം 2 അംഗങ്ങളെ ഉൾപ്പെട്ട നിരീക്ഷക സംഘത്തെയും ഇപ്പോൾ BJP പാർലമെന്ററി ബോഡി യോഗം നിയോഗിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നടക്കുന്നത്. നാളെ ഗുജറാത്തിൽ BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. MLA മാരുമായുള്ള ചർച്ചകളും ഉണ്ടാകും. ഇതിനുശേഷം BJPയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് BJP സംസ്ഥാന അധ്യക്ഷൻ വിജയ് റുപാനിയുടേതാണ്. എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ സമുദായ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ നേതാവ് എന്നുള്ള രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ വിജയ് റുപാനിക്ക് തന്നെയാണ് മുൻഗണന എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിതിൻഭായ് പട്ടേൽ, 20 വർഷമായി BJP ഗുജറാത്ത് മന്ത്രിസഭയിലുള്ള നിതിൻഭായ് പട്ടേലിന്റെ പേരും പരിഗണനയിലുണ്ട്. ഏതായാലും MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ജിദ്ദയിലെത്തി. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമായും തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും VK സിംഗ് ചർച്ച നടത്തും. അതേസമയം തൊഴിലാളികളുടെ ഇഖാമ സൗജന്യമായി പുതുക്കി നൽകാമെന്ന് സൗദി സർക്കാർ ഉറപ്പ് നൽകി. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായി നടത്തിയ ചർച്ചയിലാണ് സൗദിയുടെ ഉറപ്പ്. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേർന്നുണ്ട്. ജമാൽ, വിശദാംശങ്ങൾ. സൗദി അറേബ്യയിൽ ദുരിതമനുഭവിക്കുന്ന 8000-ഓളം ഇന്ത്യൻ തൊഴിലാളികൾ ഇപ്പോൾ പ്രതീക്ഷയിലാണ്. ചർച്ചകൾക്കായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് സൗദി തൊഴിൽ മന്ത്രാലയവുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. തൊഴിലാളികളുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ എന്നീ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ തൊഴിലാളികളുടെ ഇഖാമ സൗജന്യമായി പുതുക്കി നൽകാൻ സൗദി തൊഴിൽ മന്ത്രാലയം തയ്യാറായിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനുള്ള സഹായങ്ങൾ നൽകാനും തൊഴിൽ മന്ത്രാലയം ധാരണയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷവുമായി ഓജർ കമ്പനിയിലെ തൊഴിലാളികളുടെ ഇഖാമ പുതുക്കിയിരുന്നില്ല. എന്നാൽ ഇഖാമ ഇപ്പോൾ സൗജന്യമായി പുതുക്കി നൽകാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടിൽ പോകാൻ തയ്യാറുള്ളവർക്ക് സൗജന്യമായി ഫൈനൽ എക്സിറ്റ് നൽകാനും ധാരണയുണ്ട്. എന്നാൽ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ധാരണകൾ ആയിട്ടില്ല. അത് ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം തന്നെ ശമ്പള കുടിശ്ശിക വരുത്തിയ ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സൗമ്യ, ഒപ്പം തന്നെ പല മേഖലകളിലും നേരത്തെ തന്നെ വലിയ പരാതി വന്നിരുന്നത് എത്തിപ്പെടാനായി, പ്രത്യേകിച്ച് ഭക്ഷണം അടക്കമുള്ള സഹായങ്ങൾ കേന്ദ്രം നൽകിയെന്ന് പറയുമ്പോഴും പല മേഖലകളിലും വളരെ പരിതാപകരമായ അവസ്ഥയിൽ തൊഴിലാളികൾ പെട്ടുകിടക്കുന്നുണ്ട്. ഇത്തരം മേഖലകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുന്ന തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു നീക്കമൊക്കെ പ്രത്യേകിച്ച് സഹമന്ത്രി അവിടെ എത്തിയ സാഹചര്യത്തിലൊക്കെ നടക്കുന്നുണ്ടോ ജമാൽ? സൗമ്യ, തീർച്ചയായും കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ജിദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ വിവിധ ക്യാമ്പുകളിലായി 2450 പേരും റിയാദിലും ദമാമിലുമുള്ള ക്യാമ്പുകളിലായി 4600 പേരുമാണ് ദുരിതത്തിൽ കഴിയുന്നത് എന്നാണ് എംബസിയുടെയും കോൺസുലേറ്റിന്റെയും കണക്കുകൾ പറയുന്നത്. ഇവർക്ക് സൗജന്യമായി ഭക്ഷണം കോൺസുലേറ്റിന്റെയും എംബസിയുടെയും നേതൃത്വത്തിൽ എത്തിച്ചിരുന്നു. ഒപ്പം തന്നെ സഹായങ്ങൾക്കായി, തൊഴിലാളികൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനായി സൗദിയിലെ വിവിധ ജീവകാരുണ്യ സന്നദ്ധ സംഘടനകളുടെ സഹായം അധികൃതർ തേടിയിരുന്നു. ഇതോടുകൂടി ഈ താൽക്കാലിക ഒരു ആശ്വാസം തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഫലപ്രദമാകുമെങ്കിൽ ഇന്നത്തെ ചർച്ചകൾ കൊണ്ട് മാത്രമേ പ്രശ്നങ്ങൾ ഏതാണ്ട് രമ്യമായി പരിഹരിക്കാൻ സാധിക്കൂ.
ഈ VK സിംഗിന്റെ നേതൃത്വത്തിൽ ഈ മേഖലകൾ സന്ദർശിക്കുകയോ പ്രത്യേകിച്ച് ലേബർ ക്യാമ്പുകളിലൊക്കെ വളരെ പരിതാപകരമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിലുള്ള മേഖലകൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ VK സിംഗിന്റെ നേതൃത്വത്തിൽ? ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാൻ അധികൃതർ ആലോചന നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ള അനുമതി ഇതുവരെ സൗദി ഭരണകൂടം തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടില്ല. എന്നാൽ ജിദ്ദയിലെയും റിയാദിലും ദമാമിലുമായി ചിതറിക്കിടക്കുന്ന ലേബർ ക്യാമ്പുകളിൽ എങ്ങനെയും സന്ദർശനം നടത്തണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇപ്പോൾ നടപടികൾ കൈക്കൊള്ളുന്നത്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ചരക്ക് സേവന നികുതി നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി രാജ്യസഭ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കോൺഗ്രസിന്റെ പിന്തുണയോടെ ബിൽ രാജ്യസഭ പാസാക്കുമെന്നാണ് സൂചന. രാജ്യസഭയുടെ 2/3 ഭൂരിപക്ഷം തേടിയാണ് GST ബില്ലിനായുള്ള ഭരണഘടനാ ഭേദഗതി ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷമടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പിക്കാൻ ഇക്കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭ GST ബില്ലിൽ 5 ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. നിയമം നടപ്പിലാക്കുന്നതിലൂടെ ആദ്യ 5 വർഷം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തും. നഷ്ടപരിഹാരം നൽകുന്ന ശതമാനത്തിൽ വ്യത്യാസം തുടങ്ങിയവയിലാണ് മാറ്റം വന്നത്. അതിനുശേഷം അരുൺ ജെയ്റ്റ്ലിയും വെങ്കയ്യ നായിഡുവും കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും പാർലമെന്റിൽ വച്ചും ചർച്ചയുണ്ടായി. വിഭവ സമാഹരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സൗകര്യങ്ങളിൽ കുറവുണ്ടാകുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് മേലുള്ള സ്വാതന്ത്ര്യത്തിന്മേൽ കേന്ദ്രം കൈകടത്തില്ലെന്ന ഉറപ്പ് ജെയ്റ്റ്ലി നൽകി. ഇതിനുതകുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുന്നത്. നികുതി നിരക്ക് 18% നിജപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ടു പോയതായാണ് സൂചന. പകരം അന്തർ സംസ്ഥാന വിൽപ്പനയിൽ 1% നിർമ്മാണ നികുതി ചുമത്താനുള്ള നിർദ്ദേശം ബില്ലിൽ നിന്നും മോദി സർക്കാർ ഒഴിവാക്കി. 243 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 163 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP കോൺഗ്രസിനു പുറമെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, AIADMK എന്നിവരുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ എതിർക്കേണ്ടതില്ലെന്നാണ് ഇത്തരം പാർട്ടികളുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഭേദഗതി രാജ്യസഭ പാസാക്കും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിനെതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായയിൽ രൂക്ഷ വിമർശനം. ബാർക്കോഴയിലെ യഥാർത്ഥ പ്രതിയെ ജനങ്ങൾ തറപറ്റിച്ചതായും PG ചാക്കോയെ ദ്രോഹിച്ചവർ മാണിയെ കൊല്ലാക്കൊല ചെയ്തതായും പ്രതിച്ഛായയുടെ ലേഖനത്തിൽ പറയുന്നു. ചർച്ചകൾക്ക് അവധി നൽകി KM മാണി കോട്ടയത്ത് ധ്യാനത്തിൽ മുഴുകുമ്പോഴാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായയുടെ പുതിയ ലക്കം പുറത്തിറങ്ങിയിരിക്കുന്നത്. അന്ന് PT ചാക്കോ, ഇന്ന് KM മാണി എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. PT ചാക്കോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് KM മാണിയെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്. PT ചാക്കോയുടെ കാറിൽ സ്ത്രീ സാന്നിധ്യം ആരോപിച്ചവരുടെ പിന്മുറക്കാരായ ശുഭ്രവസ്ത്രധാരികളാണ് KM മാണിയെ ബാർ മുതലാളിമാരോട് കൂട്ടുപിടിച്ച് അപായപ്പെടുത്തിയത്. ഇരുവരും മുഖ്യമന്ത്രിയാകുമെന്ന ഘട്ടമെത്തിയപ്പോഴായിരുന്നു ഈ നീക്കമെന്ന് ചരിത്ര പിന്തുണയോടെ ലേഖനം വ്യക്തമാക്കുന്നു. ബാർക്കോഴ ഒരു ഗൂഢാലോചന കേസാണെന്ന് ലേഖനം ആവർത്തിക്കുന്നു. അതിലുൾപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് വൈരബുദ്ധിയാണെന്നും പരാമർശിക്കുന്ന ലേഖനത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ബാർക്കോഴ കേസിലെ യഥാർത്ഥ പ്രതിയെ ജനം തറപറ്റിച്ചുവെന്ന് K ബാബുവിന്റെ തൃപ്പൂണിത്തുറയിലെ തോൽവിയെ ചൂണ്ടിക്കാട്ടി ലേഖനം പറയുന്നു. രാഷ്ട്രീയ എതിർചേരിയിൽ നിലകൊള്ളുന്നവർ KM മാണിയെക്കുറിച്ച് നടത്തിയ പ്രശംസാ വാക്കുകളാണ് UDF നേതാക്കളെ അങ്കലാപ്പിലാക്കിയത്. തരം കിട്ടിയിരുന്നെങ്കിൽ അവർ PT ചാക്കോയെ നിഷ്കാസിതമാക്കിയതുപോലെ KM മാണിയെയും അവസാനിപ്പിക്കുമായിരുന്നുവെന്ന് പരാമർശിച്ചുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന കേരള കോൺഗ്രസും നിർണായക രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിനായി ഈ മാസം 6-7 തീയതികളിൽ ചരക്കുന്നിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ക്യാമ്പിൽ കടുത്ത നിലപാട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ലേഖനത്തിലൂടെ കേരള കോൺഗ്രസും നൽകുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. KM മാണിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. ശാസ്ത്രീയമായ അന്വേഷണം നടത്തി മാണിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നുവെന്നും അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്വേഷണം നടത്തി ശ്രീ KM മാണി കുറ്റക്കാരനല്ലെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. KM മാണി കുറ്റക്കാരനല്ല. അന്വേഷണം നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അല്ലാതെ അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയിരിക്കുകയല്ല. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം അത് കോടതി കൊടുത്തിരിക്കുകയാണ്. UDF-ൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്.
കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDF-നെയും ബാധിക്കുന്നുവെന്ന വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചത്. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം KM മാണിയുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയാകും. കോൺഗ്രസിലെ ആഭ്യന്തര ഗ്രൂപ്പ് പ്രശ്നങ്ങൾ UDF-നെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നാളെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച അതീവ പ്രാധാന്യത്തോടെയും വിലയിരുത്തുന്നു. 6-നും 7-നുമായി ചരൽക്കുന്നിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് KM മാണി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ചയാകുമെന്ന് VM സുധീരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കും. എന്നാൽ താൻ മുൻകൈയെടുത്ത് പ്രസിഡന്റാക്കിയ സുധീരന്റെ സ്ഥാനചലനത്തോട് രാഹുൽ ഗാന്ധിക്ക് വിമുഖതയുണ്ട്. പ്രമുഖ പോഷക സംഘടനയായ KSUവിൽ AI ഗ്രൂപ്പ് നേതാക്കളുടെ താൽപര്യപ്രകാരം തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടന നടത്തിയിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഈ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു. ഇത് സുധീറിന് വലിയ ആശ്വാസം പകരുന്നതായി. സുധീറിനെ മാറ്റാതെ എല്ലാ DCCകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുക, ജംബോ DCCകൾ പിരിച്ചുവിടുക എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണക്കാലത്തെ അനധികൃത മദ്യവിൽപ്പന തടയുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഓണക്കാലത്ത് ഇതുപോലുള്ള അനധികൃത വിൽപ്പനകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്യാപകമായ നിലയിൽ ഈ വ്യാജമദ്യം, അതുപോലെ മയക്കുമരുന്ന്, കഞ്ചാവ്, ചരസ്, അതുപോലുള്ള വിവിധ തലങ്ങളിലുള്ള ഡ്രഗ്സ് ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാകിസ്ഥാനിലെത്തും. സാർക്ക് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക ചർച്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്ത് ഉദ്വ തലവൻ ഹാഫിസ് സയ്യിദാണ് രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത്. കാശ്മീരിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ രാജ്നാഥിനെ തടയണമെന്നാണ് ഹാഫിസ് സയ്യിദിന്റെ ആഹ്വാനം. ഇതിനെ പിന്തുണച്ച് ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീനും രംഗത്തെത്തി. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കനത്ത സുരക്ഷയിലാണ് രാജ്നാഥ് സിംഗിന്റെ പാകിസ്ഥാൻ സന്ദർശനം. പത്താൻകോട്ട് ഭീകരാക്രമണം, കാശ്മീർ വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. പാക് ആഭ്യന്തരമന്ത്രി ചൌധരി നിസാർ അലി ഖാനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങളിലുള്ള പാക് നിലപാടിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കി. ഭീകര സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ സാർക്ക് യോഗത്തിൽ പാക് നിലപാടുകളിൽ ഇന്ത്യയുടെ അതൃപ്തി അറിയിക്കും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നു എന്ന കാര്യം രാജ്നാഥ് സിംഗ് ഉന്നയിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് കേരളത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പൂനെയിൽ ചെഞ്ചുവാഡ മലയാളി സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മാത്രമാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ബഹുദൂരം പോകാനുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ തനിക്ക് ബോധ്യമായെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് വളരെയേറെ പരിമിതികളുണ്ടായി. ഇന്നിപ്പോൾ അത് ബോധ്യമായി. ജന്മനാടിന്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ സംസ്കാരവുമായി ഇണങ്ങിച്ചേരാൻ കഴിയുന്നതാണ് മറുനാടൻ മലയാളികളുടെ വിജയരഹസ്യമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ചടങ്ങിൽ മുൻ അംബാസഡർ TP ശ്രീനിവാസൻ, ശ്രീരംഗപ്പ ഭരണെ MP തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലെ മാഗസിൻ വിതരണം സർവകലാശാല തടഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ ലേഖനങ്ങൾ മാഗസിനിലുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. മാഗസിന്റെ 4000 കോപ്പികൾ സൂക്ഷിച്ചിരുന്ന സ്റ്റുഡൻസ് കൗൺസിലിന്റെ ഓഫീസും അധികൃതർ പൂട്ടി. SFI അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയനുമാണ് സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത്.
വെള്ളപ്പൊക്കത്തിൽ അസമിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകിപ്പോയ ആനയെ തിരികെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനായി വനംവകുപ്പ് അധികൃതർ ഉൾപ്പെട്ട 3-അംഗ സംഘം ഇന്ന് ബംഗ്ലാദേശിലേക്ക് യാത്ര തിരിക്കും. അസമിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 27-നാണ് പിടിയാന ഒഴുകിപ്പോയത്. അസമിലെ ദുബ്രി ജില്ലയിലെ വനമേഖലയിൽ നിന്ന് ബ്രഹ്മപുത്ര നദിയിലൂടെ ഒലിച്ച് ബംഗ്ലാദേശിലെത്തിയ പിടിയാനയെ തിരിച്ചുകൊണ്ടുവരുന്നതെങ്ങനെയെന്ന് പഠിക്കാൻ ഇന്ത്യൻ സംഘം ഇന്ന് ധാക്കയിലേക്ക് തിരിക്കും. അസമിലെ ഗോൾപാറ ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ബംഗ്ലാദേശിലേക്ക് യാത്ര തിരിക്കുക. ബംഗ്ലാദേശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇവർ ചർച്ച നടത്തിയ ശേഷം ആനക്കുട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ബംഗ്ലാദേശിലെ കുരിഗാം ജില്ലയിലാണ് ആന ഇപ്പോഴുള്ളത്. പ്രദേശവാസികളുമായുണ്ടായ സംഘർഷത്തെ തുടർന്ന് ആനയുടെ ആരോഗ്യവും ക്ഷയിച്ചതായി സൂചനയുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് ട്രക്കിൽ ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമം. ഏറ്റവും വെല്ലുവിളി നേരിടുന്ന രക്ഷാപ്രവർത്തനമാകാമിതെന്ന് ടീം അംഗങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഗുരുതര വൃക്കരോഗം ബാധിച്ച യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു. പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിയായ ദിലീപിന് വൃക്ക മാറ്റിവെക്കാൻ 7 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരായ ആർമുഖൻ ചെമ്പകം ദമ്പതികളുടെ ഏകമകനാണ് ദിലീപ്. 2 വൃക്കകളും തകരാറിലായ 23-കാരനായ ദിലീപ് 7 മാസമായി ചികിത്സയിലാണ്. ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുകയാണിപ്പോൾ. രോഗം ഗുരുതരമാണെന്നും വൃക്ക മാറ്റിവെക്കലില്ലാതെ മാർഗമില്ലെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന അച്ഛൻ ആറുമുഖൻ വൃക്ക നൽകാൻ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന വലിയ തുകയാണ് ഇവരെ തളർത്തുന്നത്. ഒരു വഴിയില്ല. ഞാൻ നിത്യം ജോലി നാളാ. എനിക്ക് പണിയുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ മോൻ്റെ കാര്യം നോക്കിയതെല്ലാം എൻ്റെ അളിയനാവുന്ന അവൻ്റെ മാമന മൂപ്പരായെല്ലാം ഇതുവരെ ചെയ്തതും എനിക്ക് അത്രേ അറിയുള്ളൂ. എനിക്ക് വേറൊന്നും അറിയില്ല സാർ. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കാനായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ചികിത്സാ സഹായ സമിതി പ്രവർത്തിച്ചു വരുന്നു. SBI പുതുപ്പരിയാരം ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മകന്റെ ജീവൻ രക്ഷിക്കാൻ ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആറുമുഖനും ഭാര്യ ചെമ്പകവും ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർക്കിടകവാവിൽ കണ്ടൽ നട്ട് കണ്ടലമ്മച്ചിക്ക് വിദ്യാർത്ഥികളുടെ ആദരം. കുമരകത്താണ് പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ തോടിന്റെ അരികിൽ കണ്ടൽ തൈകൾ നട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി കണ്ടൽ സംരക്ഷിച്ച് പരിപാലിച്ചു പോന്ന കണ്ടലമ്മച്ചി എന്നറിയപ്പെടുന്ന മറിയാമ്മ കുര്യന്റെ ഓർമ്മയ്ക്കായാണ് കുമരകത്ത് കണ്ടൽ ചെടികൾ നട്ടത്. കാഞ്ഞിരപ്പള്ളി ആനക്കൽ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ടൽ നടിയിൽ. കുമരകം ബോട്ട് ജെട്ടി ജംഗ്ഷന് സമീപം ആരംഭിച്ച കണ്ടൽ നടിയിലിൽ ഫോറസ്ട്രി ക്ലബിന്റെ 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് AP സലിമോൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി തോമസ് നെടുമ്പതാലിൽ, വനമിത്ര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ K ബിനു എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിയായുള്ള മലിനീകരണ നിയന്ത്രണ ശൃംഖലകൾ പ്രവർത്തിക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായി ഈ കണ്ടൽ ചെടികൾ ഞങ്ങളുടെ ഈ തോടിൻ്റെ ഓരങ്ങളിലും റോഡിൻ്റെ ഓരങ്ങളിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് എന്ന് മാത്രം അറിയിക്കുകയാണ്. കണ്ടലമ്മച്ചിയുടെ ഓർമ്മ എക്കാലവും നിലനിർത്തുന്നതിനായി പുത്തൻ റോഡ് ജംഗ്ഷനിലെ ചേപ്പനക്കര വീട്ടിലേക്കുള്ള വഴിയരികിലെ ബസ് സ്റ്റോപ്പിന് കണ്ടൽപ്പടി എന്ന് നാമകരണം ചെയ്തു. കുമരകം ബോട്ട് ജെട്ടി മുതൽ കവണാറ്റിൻകര വരെയുള്ള തോടിന്റെ വശങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്തോടെ 100 കണക്കിന് കണ്ടൽ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പത്തനംതിട്ടയിൽ BJP കടുത്ത പ്രതിസന്ധിയിലേക്ക്. BJP മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ പാർട്ടി വിടുന്നതിന് തൊട്ടു പിന്നാലെ നിരവധി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാന നേതൃത്വം ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇവർ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തവരെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തുകയും കാലങ്ങളായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയും ചെയ്തതോടെയാണ് BJPയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത്. BJPയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത കുമ്മനം പാർട്ടി അധ്യക്ഷനായി. തുടർന്ന് കുമ്മനത്തിന് വേണ്ടപ്പെട്ടവരെ ജില്ലയിൽ പ്രധാന സ്ഥാനങ്ങളിലിരുത്തി. അതേസമയം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ കറിവേപ്പില പോലെ പുറത്തുകളയുകയും ചെയ്തു. ഇതാണ് BJPക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ പരാതി പുകഞ്ഞു പൊട്ടിത്തെറിയിലെത്തിയപ്പോഴാണ് മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം BJP വിടാൻ തീരുമാനിച്ചത്. ഉണ്ണികൃഷ്ണനും കൂട്ടരും പാർട്ടി വിട്ട ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. ഇത് ജില്ലയിൽ വലിയ തിരിച്ചടിയായ നേതൃത്വം അനുരഞ്ജന ചർച്ചകളുമായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ കാണുന്നുണ്ട്. എന്നാൽ പാർട്ടി വിടാൻ തീരുമാനിച്ചവരാരും തങ്ങളുടെ തീരുമാനം മാറ്റാൻ തയ്യാറല്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഇതോടെ BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
മനമയക്കുന്ന ഫോട്ടോകളുടെ അപൂർവ ശേഖരവുമായി എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിലെ ഫോട്ടോ പ്രദർശനം. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ 140 പേർ പകർത്തിയ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. തീരങ്ങളിലെ ഏകാന്തതയും വന്യമായ കാഴ്ചകളും പ്രകൃതിയുടെ മനോഹാരിതയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും പകർത്തിയ അപൂർവ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. ഫോട്ടോഗ്രഫി മ്യൂസിയമായ ഫോട്ടോ മ്യൂസാണ് സ്വതന്ത്ര ജന്മങ്ങൾ തുറന്ന ലക്ഷ്യങ്ങൾ എന്ന് പേരിട്ട പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഫോട്ടോ മ്യൂസ് ക്ലബ്ബിൽ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്യപ്പെട്ട 45,000-ലധികം ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവയാണ് ഇവ. കൊച്ചിയിലെ ആദ്യ പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഷോ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. പ്രതീക്ഷിച്ചതിൻ്റെ 10 മടങ്ങ് ആളുകളാണ് എക്സിബിഷൻ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ പരമാവധി നല്ല ചിത്രങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം. അതിനുശേഷമേ പിന്നെ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ 140 ഫോട്ടോഗ്രാഫർമാരുടെ 250 ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാക്കുപാലിച്ച് ഋഷിരാജ് സിംഗ്. ജില്ലയിലെ അതിർത്തി മേഖലകളിൽ കേരള എക്സൈസിന്റെയും തമിഴ്നാട് നാർക്കോട്ടിക് സെല്ലിന്റെയും സംയുക്ത പരിശോധന നടത്തി. നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ കുമിളി, കമ്പമേട്, ബോഡിമെട്ട് തുടങ്ങിയവിടങ്ങളിലാണ് ഇരു സംസ്ഥാനങ്ങളുടെയും എക്സൈസ് വകുപ്പിന്റെ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുമിളിയിലെത്തിയപ്പോൾ അതിർത്തി മേഖലയിലെ നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ 15-ന് തമിഴ്നാട് മധുരയിൽ നർക്കോട്ടിക് സെല്ലുമായി കേരള എക്സൈസ് സംഘം യോഗം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംയുക്ത പരിശോധന നടത്തിയത്. തൃച്ചി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും ഇടുക്കി എക്സൈസ് കമ്മീഷണർ നെൻസന്റെ നേതൃത്വത്തിൽ ജില്ലയിലുമാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ കമ്പം, ഗൂണ്ടല്ലൂർ, ലോവർ ക്യാമ്പ് എന്നിവിടങ്ങളിലെ പുകയില വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ അതിർത്തികളിലും രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. അതിർത്തി കടന്നുവരുന്ന ഇരുചക്ര വാഹനങ്ങളും ബസ്സുകളും കാറുകളും ഉൾപ്പെടെയുള്ളവ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കിയതായി പരാതി. മർദ്ദനത്തിൽ ബോധരഹിതയായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ മുങ്ങി. വിവരമറിഞ്ഞ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ 31-ന് രാത്രിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ജിത്തു തോമസ് പോളിനെ പീഡിപ്പിച്ചത്. 8 അംഗ മുതിർന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് ജിത്തുവിനെ വിളിച്ചു വരുത്തിയാണ് ക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കിയത്. മദ്യപിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജിത്തുവിനെ പനിബാധിതനാണെന്ന് പറഞ്ഞ് മുതിർന്ന വിദ്യാർത്ഥികൾ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മുങ്ങി. ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, അഭിഷേക് എന്നൊരു കൂട്ടുകാരൻ അവനോട് എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്നാലും ഇങ്ങനെ സൈഡിൽ തന്നെ ഇരിക്കുകയത് നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് പിടിച്ചു. എന്നെ കഴുത്തിൽ നോക്കി പിടിച്ചു. അവനെന്തെങ്കിലും മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി ജിത്തുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിനും കോളേജ് അധികൃതർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി മദ്യപിച്ചിരുന്ന കുട്ടികൾ കണ്ണിൽ കടിക്കുകയും കഴുത്തിന് പൊട്ടിപ്പിടിക്കുകയും ചെയ്തു. അതിന്റെ പിടിച്ചുകൊണ്ടാണ്. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ സീനിയർ വിദ്യാർത്ഥികളുടെ പീഡനം ഭയന്ന് ഇക്കാര്യങ്ങൾ ആരും പുറത്തു പറയുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്തെ ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകൾ ഹൈടെക് ആക്കുന്നത്. 2 മാസത്തിനകം പദ്ധതി നടപ്പിലാക്കി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 8 മുതൽ +2 വരെയുള്ള 40,000-ഓളം ക്ലാസ് മുറികൾ ആധുനികവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഴുവൻ ക്ലാസ് മുറികളും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റി വൈഫൈ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കും. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകും. 40,000-ഓളം ക്ലാസ് മുറികൾ കേരളത്തിൽ ഹൈടെക് ആയിട്ട് മാറും. ഇങ്ങനെ ഹൈടെക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്കുള്ള പരിശീലനവും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ അധ്യാപകരെയും
ഈ ഹൈടെക് സംവിധാനം ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപക പരിശീലനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇതോടൊപ്പം സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ ജൈവ വൈവിധ്യ പാർക്കുകളാക്കി മാറ്റും. ഹൈസ്കൂളിലും പ്ലസ് ടുവിലും പദ്ധതി നടപ്പിലാക്കിയ ശേഷം തിരഞ്ഞെടുത്ത UP LP സ്കൂളുകളിലും ആധുനികവൽക്കരണം നടപ്പിലാക്കും. LDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുൾപ്പെടെ ആകെ 1300 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് ചെലവഴിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ഉയർന്നു വന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതിക്ക് രൂപം നൽകും. ആദ്യം ആധുനികവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്ന പുതുക്കാട്, ആലപ്പുഴ, കോഴിക്കോട് നോർത്ത്, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ഇതിന്റെ തുടർച്ചയായി അടുത്ത മാസം ഈ മണ്ഡലങ്ങളിൽ ശില്പശാലകൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കുണ്ടറയിൽ ജ്വല്ലറി മോഷണ കേസിൽ അറസ്റ്റിലായ മനോജ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതി. ജ്വല്ലറികളെ കേന്ദ്രീകരിച്ച് സമാന മോഷണങ്ങൾ നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മുരുകൻ എന്ന് വിളിക്കുന്ന മനോജിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുണ്ടറയിലെ ഷാറൂസ് ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന് വ്യാജേന കയറിയ ശേഷം മാലയുമായി മനോജ് രക്ഷപ്പെട്ടത്. മാല കഴുത്തിലിട്ട ശേഷം സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടറിന്റെ പിറകിൽ പിടിച്ച ജ്വല്ലറി ജീവനക്കാരിയെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങളുടെ സഹായത്താൽ സമാന മോഷണം നടത്തിയവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടുന്നതിലെത്തുന്നത്. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പ്രതി മനോജിനെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 50ലധികം മോഷണ കേസുകളിൽ പ്രതിയായ മനോജ് സമാന രീതിയിലുള്ള ജ്വല്ലറി മോഷണം മുൻപും നടത്തിയിട്ടുണ്ടെന്ന് കൊട്ടാരക്കര DYSP കൃഷ്ണകുമാർ പറഞ്ഞു. മാലയൊക്കെ എടുത്ത് കഴുത്തിലിട്ട് നോക്കും. ആദ്യം ഒരെണ്ണം എടുത്തിട്ട് നീളം കുറവാന്ന് പറയും. സ്ഥിരം പല സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് ഒരെണ്ണം കൂടെ എടുക്കുക, നീളം കുറച്ചും കൂടെ പറ്റുമോ നോക്കിയിട്ടാണ് രണ്ടാമത്തെ മാല എടുക്കുന്നത്. അപ്പോൾ 2 മാലയാകുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 5 പവൻ കിട്ടുമല്ലോ. ഈ രണ്ടാമത്തെ മാല എടുത്തിട്ട് ഇയാൾ ചെയ്തത് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ വിളിക്കും. ഇങ്ങനെ പുറത്തോട്ട് വിളിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? കടക്കാർ ധരിക്കുന്നത് ആരോ ഇങ്ങോട്ട് വരാൻ പോകുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് ധരിച്ചാൽ കടക്കാരൻ എപ്പോഴും എന്തോ ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങത്തില്ല. ആരോ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ റെഡിയായി ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ വിട്ടി വാതിൽ വരെ പോയിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി വണ്ടി കയറി പോകും. ഇതാണ് എല്ലാ ഓപ്പറേഷനിലും ഇയാൾ ചെയ്തിട്ടുള്ളത്. ഈ കേസിലും അങ്ങനെയാണ്. മുണ്ടക്കയം, കറുകച്ചാൽ, എരുമേലി എന്നിവിടങ്ങളിൽ നിരവധി മോഷണങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ട്. 6 വർഷം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. തെളിയാതെ കിടക്കുന്ന നിരവധി കേസുകൾക്ക് ഇതോടെ തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗദിയിൽ കുടുങ്ങിക്കിടന്നവരിലെ ആദ്യ ഇന്ത്യൻ സംഘം നാളെ എത്തും. സഹമന്ത്രി VK സിംഗ് ഇപ്പോൾ റിയാദിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ജമാലുദ്ദീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജമാൽ, മലയാളികൾ അടക്കമുള്ളവരെയാണോ എത്തിക്കുന്നത്? ആദ്യ സംഘത്തിൽ അവർ ഉൾപ്പെടെ ഉണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ആദ്യ സംഘത്തിലെ അംഗങ്ങളെ കുറിച്ച് എത്ര പേർ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനത്തുള്ളവരാണെന്നുള്ള സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി ഇതിൽ ആദ്യ സംഘം നാളെ യാത്ര തിരിക്കും. നാളെ വൈകിട്ട് 5:30 സൗദി സമയം 5:30 വിമാനം പുറപ്പെടുക. ഹജ്ജ് വിമാനത്തിലാണ് തൊഴിലാളികൾ മടങ്ങുക. നേരത്തെ ഇത് സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം ധാരണയായിരുന്നു. ഇപ്പോൾ നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി. നാളെ വൈകിട്ട് ആദ്യ സംഘം സൗദിയിൽ നിന്നുള്ള തൊഴിലാളികളുമായുള്ള ആദ്യ സംഘം ഇന്ത്യയിലേക്ക് മടങ്ങും. സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹുക്കുബാനിയുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് അല്പസമയത്തിനകം ചർച്ച നടത്തും. റിയാദിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്. ഇതിനുവേണ്ടി ജിദ്ദയിൽ നിന്ന് VK സിംഗ് റിയാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗദിയിൽ നിന്നുള്ള തൊഴിലാളികളുമായുള്ള തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ആദ്യ സംഘം നാളെ യാത്ര തിരിക്കും. ജമാലുദ്ദീൻ, ഒരുപക്ഷെ പലരും അവിടെ തന്നെ തുടരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച പലരും ഉണ്ട്. മറ്റ് ഇടങ്ങളിലേക്ക് ജോലിമാറ്റി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരക്കാരുടെ അവസ്ഥ എങ്ങനെയാണ്? പ്രത്യേകിച്ച് പലരും ശമ്പള കുടിശ്ശിക കിട്ടാനുള്ളവരാണ്. ലക്ഷക്കണക്കിന് രൂപ കമ്പനികളിൽ നിന്ന് ലഭിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച നടന്നിട്ടുണ്ടോ? തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. ഏതാണ്ട് 6 മാസം മുതൽ 1 വർഷം വരെ ശമ്പളം ലഭിക്കാനുള്ള തൊഴിലാളികളുണ്ട്. പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ചില തൊഴിലാളികളുണ്ട്. അത് അവർക്ക് പിരിഞ്ഞു പോരുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്. ഇത് സംബന്ധിച്ചൊക്കെ കൃത്യമായി ഇനിയും വ്യക്തത കൈവരാനുണ്ട്. ഒപ്പം തന്നെ സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ച ഒരു കാര്യം, സൗജന്യമായി എക്സിറ്റ് പാസ് നൽകാൻ തൊഴിൽ മന്ത്രാലയം തയ്യാറാണ്. ഒപ്പം തന്നെ മറ്റ് കമ്പനികളിലേക്ക് ജോലി മാറണമെങ്കിൽ സ്പോൺസർഷിപ്പ് മാറ്റത്തിന് ഉള്ള സഹായങ്ങൾ നൽകാൻ സൗദി മന്ത്രാലയം പൂർണ്ണമായും തയ്യാറാണ്. ഇതിന് സ്പോൺസർഷിപ്പ് ഫീ വാങ്ങില്ല, അത് സൗജന്യമാക്കും എന്ന്
തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റ് കമ്പനികളിലേക്ക് മാറാനുള്ള സൗകര്യങ്ങളും അധികൃതർ നൽകാം എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. തൊഴിലാളികളിൽ പലരും വളരെ കുറച്ചു പേർ മാത്രമാണ് ഒരുപക്ഷെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ളത്. ഭൂരിഭാഗവും ഇവിടെ തന്നെ മറ്റ് കമ്പനികളിൽ ജോലി തേടാനുള്ള സാധ്യതകൾ ആലോചിക്കുന്നുണ്ട്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കഴുത്ത പ്രതിസന്ധിയെ തുടർന്ന് സൗദിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരുടെ ആദ്യ സംഘം നാളെ എത്തും. ഇവരിൽ എത്ര പേർ മലയാളികളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനത്തുള്ളവരാണ് എന്ന് വ്യക്തമായ ചിത്രം ലഭ്യമല്ല. VK സിംഗ് റിയാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. പുറത്തിറങ്ങിയ രാജ്യങ്ങളിൽ പലയിടത്തും ഫേസ്ബുക്കിനേക്കാൾ ജനപ്രിയമാണിപ്പോൾ പോക്കിമോൻ ഗോ. US ഒരാൾ ശരാശരി മിനിറ്റ് ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 75 മിനിറ്റ് പോക്കിമോൻ ഗോ കളിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഒളിമ്പിക്സ് വാർത്തകൾ. ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ മറ്റൊരു ഇന്ത്യൻ ഒളിമ്പിക് താരം കൂടി പരാജയപ്പെട്ടു. റിയോയിൽ 200 മീറ്റർ സ്പ്രിന്റ് ഇനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ധരംബീർ സിംഗാണ് പരിശോധനയിൽ പരാജയപ്പെട്ടത്. 2ാം തവണയാണ് ധരംബീർ പിടിക്കപ്പെടുന്നത്. ധരംബീറിന്റെ റിയോ യാത്ര റദ്ദാക്കി. 36 വർഷത്തിനു ശേഷം ഒളിമ്പിക് സ്പ്രിന്റ് ഇനത്തിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരമായിരുന്നു ധരംബീർ. ചൊവ്വാഴ്ച റിയോയിലേക്ക് തിരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ ധരംബീർ പരാജയപ്പെട്ടത്. നാഡയുടെ പരിശോധനയിൽ ധരംബീർ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തി. ഇത് 2ാം തവണയാണ് ധരംബീർ ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ പിടിക്കപ്പെടുന്നത്. 200 മീറ്റർ 20.45 സെക്കൻഡിൽ ഓടിയെത്തി ദേശീയ റെക്കോർഡോടെയാണ് ധരംബീർ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിരുന്നത്. 2015 ഏഷ്യൻ അത്ലറ്റിക്സിൽ ബ്രോൺസ് മെഡൽ നേടി മികച്ച ഫോമിലായിരുന്നു താരം. ഉത്തേജക വിരുദ്ധ പരിശോധനയിൽ പരാജയപ്പെട്ട ധരംബീറിന്റെ റിയോ യാത്ര റദ്ദാക്കി. ഇതോടെ സ്പ്രിന്റ് ഇനത്തിൽ ഇന്ത്യയുടെ പതാക റിയോയിൽ ഉയരില്ലെന്ന് ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. റിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മലയാളി താരങ്ങൾക്ക് ഉചിതമായ പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലയാളി താരങ്ങൾക്ക് വിജയാശംസകൾ നേർന്ന് മന്ത്രിമാരുടെയും കായിക താരങ്ങളുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടവും തലസ്ഥാനത്ത് നടന്നു. സായിയുടെയും LNCPയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കൂട്ടയോട്ടം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മുതൽ LNCP വരെയായിരുന്നു റൺ ഫോർ റിയോ ഒളിമ്പിക്സ് 2016 എന്ന കൂട്ടയോട്ടം. മന്ത്രിമാരായ EP ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, കായിക താരങ്ങളായ KM ബീനാമോൾ, ഷൈനി വിൽസൺ, മേയർ VK പ്രശാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മലയാളി താരങ്ങൾക്ക് ഉചിതമായ പാരിതോഷങ്ങൾ സർക്കാർ നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ ഉറപ്പു നൽകി. മത്സരത്തിൽ വിജയിച്ചു വരുന്നവർക്ക്, കേരളത്തിലെ കായിക പ്രതിഭകൾക്ക് കേരള ഗവൺമെന്റ് ഉചിതമായിട്ടുള്ള പുരസ്കാരം നൽകി അവരെ ആദരിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും LNCPയും സംയുക്തമായി സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും കായിക താരങ്ങളുമാണ് പങ്കെടുത്തത്. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് പിന്തുണയും വിജയാശംസകളും നേരുന്നതായിരുന്നു കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യം. റിയോയിൽ ഈ മാസം 5 മുതൽ 21 വരെയായി നടക്കുന്ന ഒളിമ്പിക്സിൽ 120 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവതിയെ കടന്നുപിടിച്ച സംഭവത്തിൽ അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാഞ്ഞൂരാനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും കേസന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ നിരവധി സാക്ഷിമൊഴികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വനിതാ സെൽ CI രാധാമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 35 സാക്ഷികളിൽ നിന്നും ഇതിനകം മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് ശ്രമിച്ചു വരികയാണ്. മാഞ്ഞൂരാനെതിരെ യുവതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നു. ഇതിനായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. യുവതിയുടെ രഹസ്യമൊഴി പുറത്തായത് അന്വേഷിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തകളായി വരുന്നത് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകില്ല എന്ന് വെങ്കയ്യ നായിഡു. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 2 നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയതായും വെങ്കയ്യ നായിഡു പറഞ്ഞു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് BJP പാർലമെന്ററി പാർട്ടി നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയത്.
We have not discussed any name. The parliamentary board met today under the chairmanship of Sri Amit Bhai Shah to discuss about the letter received by the party president written by the Chief Minister of Gujarat, Srimati Anandiben Patel, who has been a minister continuously 18 years. I don't think in the BJP's history. ദില്ലിയിൽ ലക്നൌ ഹൈവേയിലുണ്ടായ പീഡന സംഭവത്തിൽ രാജ്യസഭയിൽ ബഹളം. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സർലിംഗ്, നേരത്തെ മുതൽക്കേ തന്നെ ഈ ഒരു വിഷയം രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, BSP നേതാവ് മായാവതിയാണ് ഇന്ന് രാജ്യസഭയിൽ വിഷയം അവതരിപ്പിച്ചത്. ലക്നൌ ദില്ലി ഹൈവേയിൽ സ്ത്രീകളെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കുന്നു, ബസ്സുകൾ കൊള്ളയടിക്കപ്പെടുന്നു. ഇവിടെ കേന്ദ്ര സർക്കാർ ആകട്ടെ സ്ത്രീ സംരക്ഷണത്തിനായി പല പദ്ധതികളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കാര്യമാകുന്നില്ല. സംസ്ഥാന സർക്കാരും ഇത്തരം പീഡനങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നും മായാവതി ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ പിന്തുണയുമായി രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ചർച്ചയെ കേന്ദ്ര സർക്കാർ എതിർത്തുവെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായതോടുകൂടി ഇത് നാളെ ചർച്ച നടത്താം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അതേസമയം GST ബിൽ രാജ്യസഭ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. GST ബിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ബിൽ ഇന്ന് പാസ്സാകുമെന്ന സൂചനകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പിന്തുണ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ സർലിംഗ്, GST ബില്ലുമായുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ അവിടെ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിനടക്കം ചില ആശങ്കകൾ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു സജീവമായ ചർച്ചയൊക്കെ ഉണ്ടാകുമോ? സൗമ്യ, തീർച്ചയായും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പലവിധ ചർച്ചകൾ പാർട്ടികളുമായൊക്കെ നടത്തിയിരുന്നു. സംസ്ഥാന ധനകാര്യ മന്ത്രിമാരെ വിളിച്ചും വിശദമായ ചർച്ചകൾ നടത്തി. ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ ലോക്സഭ പാസാക്കിയതിൽ നിന്നും വിഭിന്നമായി 9 ഭേദഗതികളാണ് പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കും എന്നാണ് ഉറപ്പ്. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് നികുതി മേലുള്ള സ്വാതന്ത്ര്യത്തിന് കേന്ദ്ര സർക്കാർ കൈകടത്തരുത് എന്നാണ്. എന്നാൽ അക്കാര്യത്തിലും ചില ഉറപ്പുകൾ ജെയ്റ്റ്ലി നൽകിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി ആദ്യം വരട്ടെ, അതിനുശേഷം GST കൗൺസിൽ രൂപീകരിക്കും. കൗൺസിൽ GST ബില്ലില് നികുതി ഇതര വരുമാനങ്ങൾ, നികുതി എങ്ങനെ പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാക്കും. അതിനുശേഷം ബില്ല് വരുമ്പോൾ വിശദമായ ചർച്ചയിലോട്ട് കാര്യങ്ങൾ കടക്കാം. ഇപ്പോൾ ബില്ല് കൊണ്ടുവരാനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് വഴിയൊരുക്കുക, അത് പാസ്സാക്കുക എന്നാണ് ലക്ഷ്യം. സ്വാഭാവികം ഇതുവരെ അണ്ണാ DMK 13 അംഗങ്ങളുണ്ട്. അവർ മാത്രമാണ് പിന്തുണ വ്യക്തമാക്കാത്തത്. മൊത്തം 254 അംഗങ്ങളുള്ളതിൽ 3/2 ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ. രാജ്യസഭയാകട്ടെ ഇപ്പോൾ 122ാമത് ഭരണഘടനാ ഭേദഗതി എന്ന നിലയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പാസ്സാക്കിയാലും പിന്നീട് 5 സംസ്ഥാനങ്ങൾ, പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ഇത് പിന്തുണയ്ക്കാൻ, അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി വിജ്ഞാപനമായി പുറത്തിറക്കുക. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. ചരക്ക് സേവന മേഖലയിൽ ഏകീകൃത നികുതി കൊണ്ടുവരികയാണ് GSTയിലൂടെ ലക്ഷ്യമിടുന്നത്. പരോക്ഷ നികുതി മേഖലയിലടക്കം അഴിമതി ഇല്ലാതാക്കുകയും സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുകയും ചെയ്യും. ചില നികുതി പരിഷ്കാരങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും കേരളത്തിന് പൊതുവെ ഗുണകരമാകുമെന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ പ്രതീക്ഷ. ഉൽപ്പന്നങ്ങൾക്ക് നികുതിക്ക് മേൽ നികുതി എന്ന നിലവിലെ രീതി മാറ്റി ഏകീകൃത നികുതി കൊണ്ടുവരികയാണ് GSTയിലൂടെ. പല കൈകൾ മറിഞ്ഞ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളിൽ എത്തുമ്പോൾ യഥാർത്ഥ വിലയ്ക്കപ്പുറം വൻ നികുതി ഭാരം കൂടി ചുമക്കേണ്ടി വരുന്നു. ഇത് മാറ്റുകയാണ് ലക്ഷ്യം. GST നടപ്പിൽ വന്നാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സംസ്ഥാനത്തെ നികുതി മാത്രം നൽകിയാൽ മതിയാകും. വാറ്റ്, വിൽപ്പന നികുതി, വിനോദ നികുതി, ആഡംബര നികുതി, ലോട്ടറി നികുതി തുടങ്ങിയവ ഒഴിവാകും. ഇതുവഴി ഉൽപാദക സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നത് എങ്ങനെ എന്ന കാര്യത്തിലാണ് ആശങ്കകൾ ഉയരുന്നത്. ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വന്ന 60 ദിവസത്തിനകം GST കൗൺസിൽ രൂപീകരിക്കണമെന്നതാണ് വ്യവസ്ഥ. കേന്ദ്ര ധനമന്ത്രി അധ്യക്ഷനായ കൗൺസിലിൽ സംസ്ഥാന ധനമന്ത്രിമാർ അംഗങ്ങളായിരിക്കും. നികുതി പരിധി, നികുതി വരുമാനം പങ്കുവയ്ക്കൽ തുടങ്ങിയവ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പിന്നീട് GST ബിൽ കൊണ്ടുവരും. 1ാം UPA സർക്കാരിന്റെ കാലത്ത് മുന്നോട്ട് വച്ച ആശയമാണ് പതിറ്റാണ്ടിന് ശേഷം ഭരണഘടനാ ഭേദഗതിയായി രാജ്യസഭയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരു കാലത്ത് മലയോര മേഖലയിൽ സജീവമായിരുന്ന അടയ്ക്ക കൃഷി മഞ്ഞളിപ്പ് രോഗവും തൊഴിലാളി ക്ഷാമവും മൂലം ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്നു. അടയ്ക്ക കൃഷിയെ രക്ഷിക്കാൻ റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്.
ഒരു കാലത്ത് മറ്റു സുഗന്ധവ്യഞ്ജന വിളകൾക്കൊപ്പം മലയോര മേഖലയിലെ കർഷകർ പരിപാലിച്ചിരുന്ന അടക്കയാണ് മഞ്ഞളിപ്പ് രോഗവും വിലസ്ഥിരതയില്ലായ്മയും മൂലം പടിയിറങ്ങുന്നത്. കവുങ്ങുകൾക്ക് കൂട്ടത്തോടെ രോഗം ബാധിച്ചതോടെ കൃഷിയിൽ നിന്നും പിന്മാറൽ ആരംഭിച്ച കർഷകർ കൃഷിക്ക് പണിക്കാരെയും കിട്ടാതായതോടെ കവുങ്ങ് കൃഷി പൂർണ്ണമായും കൈവിട്ടു. നേരത്തെ നമുക്കിവിടെ ആവശ്യത്തിന് മിച്ചം പഴുക്കായും ചമ്പനും ഒക്കെ ആയിട്ട് കൊടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന് വിലയില്ലാതെ വരികയും പിന്നീട് കയറ്റക്കാരെ ആരെയും കിട്ടാതെ തൊഴിലാളികളുടെ ക്ഷാമം മൂലം ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വാഴയ്ക്കും പാവലിനുമൊക്കെ ആയിട്ട് മുട്ടുവെട്ടി കൊടുക്കാൻ ഇപ്പോൾ ഇത് ഉപകരിക്കുകയുള്ളൂ. പാൻ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ തുടങ്ങി സംസ്ഥാനങ്ങളിലെ വ്യാപാരികൾ ഇപ്പോൾ അടയ്ക്കയ്ക്കായി ഹൈറേഞ്ചിനെ സമീപിക്കുന്നില്ല. ഒന്നാം തരം അടയ്ക്കയ്ക്ക് കിൻഡലിന് 5000 രൂപ വീതം ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന അടയ്ക്കയുടെ മാറ്റുകുറവ് കാരണം രണ്ടാം തരമായി മാത്രമേ ഇവ വിറ്റുപോകുന്നുള്ളൂ. ആഭ്യന്തര വിപണിയുടെ വിൽപ്പനയ്ക്കായി തന്നെ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾ. നമ്മൾ ഇവിടുന്ന് അടയ്ക്കയും പാക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ അടയ്ക്ക ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ അടയ്ക്ക ഇവിടെ കടകളിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്നാണ് അടയ്ക്ക കൊണ്ടിരുന്നത്. അടയ്ക്ക കൃഷിക്ക് റബ്ബർ ബോർഡ് മാതൃകയിൽ അടയ്ക്ക വികസന ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.